മോഹൻലാലും താടിയും. പ്രിയങ്കരനായ ലാലേട്ടൻ എന്ന താടി വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒടിയൻ ചിത്രത്തിന് ശേഷമാണ് അദ്ദേഹം താടി വളർത്തുന്നത്. ആ ഒടിയൻ ചിത്രം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നേ വരെ ലാലേട്ടൻ പിന്നീട് താടി വടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാവാം അങ്ങനെ? ലോകത്തിലെ തന്നെ ഒരു 7 നടന്മാരുടെ ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിലൊരു ഇടമുള്ള ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ എന്ന് പറയുന്നത്. സൂക്ഷ്മ അഭിനയങ്ങളുടെ തമ്പുരാനെന്ന് തന്നെ അദ്ദേഹത്തെ പറയണം. അദ്ദേഹത്തെ കവച്ചു വെക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് നാച്ചുറലായിട്ട്, അത്രയ്ക്ക് ഒരു കൂട് വിട്ട് കൂട് മാറാൻ തക്ക കെൽപ്പുള്ള ഒരാളായിരുന്നു നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വലിയ മുഖസൗന്ദര്യം, ഫിസിക്കൽ ഫിറ്റായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാതെ ഒരേ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് അട്രാക്റ്റീവായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ ഒരാൾക്ക് അഡിക്റ്റായി മാറാനുള്ള അഭിനയശേഷിയുള്ള ഒരാളായിരുന്നു നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. വലിയ വലിയ സിറ്റുവേഷൻസ് പോലും 2 കണ്ണ് ചിമ്മലുകളിലൂടെ അല്ലെങ്കിൽ കണ്ണുകളിലൂടെ വികാരങ്ങളെ കൈമാറിവിടാൻ കഴിവുള്ള ഒരു ഭയങ്കര ആക്ടറായിരുന്നു ലാലേട്ടൻ എന്ന് പറയുന്നത്. ഏത് മോശം പടമാണെങ്കിലും ലാലേട്ടൻ ഒരിക്കലും മോശമാകാൻ സാധ്യതയില്ല. അദ്ദേഹം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു ക്യാൻവാസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ 2025 പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ റീലുകൾ ഇടുമ്പോഴും, അദ്ദേഹത്തെ വാഴ്ത്തി പാടുമ്പോഴും, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എടുത്തു വെക്കുന്ന ക്യാരക്ടറുകളൊക്കെ വില്ലന് മുന്നുള്ള കഥാപാത്രങ്ങളാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒടിയന് വേണ്ടി മുഖത്ത് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ഐബാഗുകൾ, അദ്ദേഹത്തിന് മാസ്സായിട്ടുള്ള വലിയൊരു കവളുകളുണ്ടായിരുന്നു. ശേഷം ആ ഒടിയന് വേണ്ടി ചെയ്ത എന്തോ ചികിത്സാ രീതികളോ മറ്റോ ആയിരിക്കണം അത്. ഇപ്പോഴും അത് മാറി വരുന്നുണ്ട് എങ്കിൽ പോലും അത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വില്ലന് മുന്നിലുള്ള ആ ഒരു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, കണ്ണിൻ്റെ സ്ട്രക്ചർ പോലും മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ഉള്ളത് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ അത് പുറത്തേക്ക് പ്രസരിക്കുന്ന രീതി പഴയതുപോലെയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് ചേഞ്ചായി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണമായ ചേഞ്ചിൽ അത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മമ്മൂട്ടിയാണെങ്കിലും, രജനീകാന്ത് ആണെങ്കിലും, കമലഹാസനാണെങ്കിലും ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും അവരുടെ ഫേസിനെയോ അവരുടെ നാച്ചുറലായിട്ടുള്ള ടോണിനെയോ ഒരിക്കലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും രജനീകാന്തിനെ പോലെയും കമലഹാസനെ പോലുള്ള ആളുകളൊക്കെ അവർ ഇവൻ അമിതാഭ് ബച്ചൻ പോലും അവർ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ഒച്ചകെട്ടലായിട്ട് തോന്നാത്ത അവരുടെ നാച്ചുറൽ ടോണിൽ ഫേസ് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ആ നാച്ചുറൽ ടോണിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഒടിയന് ശേഷം 6 വർഷത്തിനകം അദ്ദേഹം അഭിനയിച്ച എല്ലാ ക്യാരക്ടറുകൾക്കകത്തിലും ആ ഒരു ഒടിയൻ ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും നേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നേച്ചറാണ് അദ്ദേഹത്തെ ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഒരുക്കി വിട്ടത്. നേച്ചറാണ് അദ്ദേഹത്തിന് ഇങ്ങനെ മനോഹരമായൊരു മുഖം കൊടുത്തിട്ടത്. അപ്പം അതേ നേച്ചർ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ മുഖപ്രസരിപ്പിലേക്ക്, നാച്ചുറലായ അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താടിക്കകത്തിൽ ഒതുങ്ങി പോകാനുള്ള ഒരു ലാലേട്ടനല്ല നമ്മുടെ ലാലേട്ടൻ. പുരികത്തിൻ്റെ രോമങ്ങൾ പോലും അഭിനയിക്കുന്ന ലാലേട്ടൻ. ആ ലാലേട്ടനെയാണ് നമുക്ക് തിരിച്ചു വേണ്ടത്. അത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തിരിച്ചു വരും എന്നുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.